നമസ്കാരം. ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാന രാഷ്ട്രീയ വിഷയമായി നമ്മളുടെ പ്രതിപക്ഷവും അതേപോലെ ചില മാധ്യമങ്ങളും ഒക്കെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അരവിന്ദ് കെജ്രിവാളിനെതിരെ നടക്കുന്ന മദ്യനയ കേസും അദ്ദേഹത്തിൻ്റെ അറസ്റ്റും മറ്റു കാര്യങ്ങളുമാണ്. അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമാണ്. അദ്ദേഹം ഇപ്പോൾ ED കസ്റ്റഡിയിലാണ്. ഏപ്രിൽ 1-ാം തീയതി, അതായത് തിങ്കളാഴ്ചയാണ് അദ്ദേഹത്തെ വീണ്ടും കോടതിയിൽ ഹാജരാക്കുന്നത്. തിങ്കളാഴ്ച അദ്ദേഹത്തിന് അതിനുശേഷം കോടതി എന്താണ് പറയുന്നത് എന്നുള്ളത് വലിയൊരു സസ്പെൻസ് തന്നെയാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം, ആപ്പിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഈ അവസരത്തിൽ ആപ്പ് എന്ന് പറയുന്ന അരവിന്ദ് കെജ്രിവാളിൻ്റെ ആം ആദ്മി പാർട്ടി ആയാലും അദ്ദേഹത്തിന് വേണ്ടി മാധ്യമങ്ങളുടെ മുമ്പിലെത്തുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ സുനിത കേജ്രിവാൾ ആയാലും ഇവരെല്ലാം ശ്രമിക്കുന്നത് ഒരു കാര്യമാണ്. മാധ്യമങ്ങളും അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി ഒരു വലിയ സിമ്പതി വേവ് കൊണ്ടുവരിക, ഒരു സഹതാപ തരംഗം അദ്ദേഹത്തിന് വേണ്ടി രാജ്യത്താകമാനം സൃഷ്ടിക്കുക, അതിലൂടെ മോദി സർക്കാർ വിരുദ്ധത കൊണ്ടുവരിക, ഇതൊക്കെ രാഷ്ട്രീയമായി തന്നെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് അവർ ശ്രമിക്കുന്ന കാര്യം. ഇപ്പോൾ നാളെ തന്നെ ഡൽഹിയിൽ, ഞായറാഴ്ച ഡൽഹിയിൽ ഒരു റാലി നടത്തുകയാണ്. ആ റാലിയെ ഒരു വലിയ പ്രതിപക്ഷ സമരമാക്കി മാറ്റാൻ ആപ്പ് ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വരെ ഈ മദ്യനയ കേസിൽ തന്നെ അരവിന്ദ് കെജ്രിവാളിൻ്റെ രാജി ആവശ്യപ്പെട്ട, അദ്ദേഹം ആ നിമിഷം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട കോൺഗ്രസ് പോലും ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ ഇൻഡയറക്റ്റായിട്ടും ചിലപ്പോഴൊക്കെ പ്രത്യക്ഷത്തിലും സപ്പോർട്ട് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇതിനൊക്കെ കാരണം ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പും രാഷ്ട്രീയവും മാത്രമാണ് എന്നുള്ളത് കാണുന്നവർക്കെല്ലാം മനസ്സിലാവും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേസിൻ്റെ നടപടികളൊക്കെ അരവിന്ദ് കെജ്രിവാൾ തന്നെ വൈകിച്ചതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം നടക്കുന്ന ഈ കാലയളവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട ഈ സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നത്. ഒരുപക്ഷെ അരവിന്ദ് കെജ്രിവാൾ വളരെ ബുദ്ധിമാനായ രാഷ്ട്രീയക്കാരനാണ്. അദ്ദേഹം ഒരുപക്ഷെ അറിഞ്ഞുകൊണ്ട് തന്നെ ഈ കേസ് അങ്ങനെ അദ്ദേഹം 9 പ്രാവശ്യമോ മറ്റോ ആണ് സമൻസിന് മറുപടി നൽകാതെ, സമൻസ് കൈപ്പറ്റാതൊക്കെ ഇരുന്നത്. അപ്പോൾ ശരിക്കും അദ്ദേഹം വൈകിപ്പിച്ചതുമാകാം ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് രാജ്യത്തെ രാഷ്ട്രീയം ചൂടുപിടിക്കുമ്പോൾ തന്നെ ഈ കേസ് വരട്ടെ എന്ന് ഒരു പക്ഷേ അദ്ദേഹവും കരുതിയിട്ടുണ്ടാവാം. പക്ഷേ അദ്ദേഹം ആഗ്രഹിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടി ആഗ്രഹിക്കുന്ന രീതിയിലാണോ ജനങ്ങളുടെ പ്രതികരണം എന്നുള്ളതാണ് ഒരു വലിയ ചോദ്യചിഹ്നം. ആ ചോദ്യത്തിന് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഉത്തരം നൽകിയിട്ടുണ്ട്, ഒരു പരിധിവരെ ഉത്തരം നൽകിയിട്ടുണ്ട് ഇന്ത്യ ടുഡേ എന്ന് പറയുന്ന ദേശീയ മാധ്യമം. ഇന്ത്യ ടുഡേ ചാനലും സീ വോട്ടറും ചേർന്ന് കഴിഞ്ഞ ദിവസം നടത്തിയ സർവേയിൽ, ആ സർവേയുടെ വിവരങ്ങൾ അവർ വളരെ വിശദമായിട്ട് തന്നെ അവരുടെ ഇന്ത്യ ടുഡേയുടെ വെബ്സൈറ്റിലും മറ്റും കൊടുത്തിട്ടുണ്ട്. ഈ സർവേയുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ വളരെ ചുരുക്കത്തിൽ ഞാൻ പ്രേക്ഷകരുടെ മുമ്പിൽ ശ്രദ്ധയിൽ കൊണ്ടുവരാം. അതിനുശേഷം ആം ആദ്മി പാർട്ടിക്ക്, അരവിന്ദ് കെജ്രിവാളിന്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ദില്ലി സർക്കാരിന് എന്ത് സംഭവിക്കാനാണ് ഇനി സാധ്യത എന്നുള്ളതും ഒന്ന് പരിശോധിക്കാം. ഇനി സർവേയെ സംബന്ധിച്ച് പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം ദില്ലിയിലെ ജനങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതാണ്. ഈ അരവിന്ദ് കെജ്രിവാളുമായി ബന്ധപ്പെട്ട ഈ കേസ് വെറും ഒരു രാഷ്ട്രീയ പകപോക്കലാണോ, അതോ ശരിക്കും ഇത് കറപ്ഷനുമായി, അഴിമതിയുമായി ബന്ധപ്പെട്ട കേസാണോ എന്നുള്ളതായിരുന്നു ചോദ്യം. അത്ഭുതപ്പെടുത്തുന്ന മറുപടിയാണ്. ആ ചോദ്യത്തിന് 47.8% ആൾക്കാരും ഇത് കറപ്ഷൻ കേസ് തന്നെയാണ് എന്ന് വിശ്വസിക്കുന്നു. ഈ 47.8%-ൽ 17.1% ഓപ്പോസിഷന് വേണ്ടി, പ്രതിപക്ഷത്തിന് വേണ്ടി, അതായത് ആം ആദ്മി പാർട്ടി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നവരാണ്. BJP വോട്ടേഴ്സിലെ 71% വിശ്വസിക്കുന്നത് ഇത് അഴിമതി കേസാണ് എന്നാണ്. പക്ഷേ ഓവറോൾ എടുക്കുമ്പോൾ ഏതാണ്ട് പകുതിയോളം ആൾക്കാർ വിശ്വസിക്കുന്നത് അരവിന്ദ് കെജ്രിവാൾ ഈ ഒരു അഴിമതി കേസിൽ തന്നെയാണ് പെട്ടിരിക്കുന്നത്, ഇതിൻ്റെ പിന്നിൽ രാഷ്ട്രീയ പകപോക്കലല്ല എന്നാണ്. ഡൽഹിയിൽ ഇനി ഓൾ ഇന്ത്യ ലെവലിൽ നോക്കുമ്പോൾ അരവിന്ദ് കെജ്രിവാളിന് കുറച്ചുകൂടി ഒരു പിന്തുണ കൂടുന്നതായിട്ട് കാണാം. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ്. ഓൾ ഇന്ത്യ ലെവലിൽ ഇതേ ചോദ്യം ചോദിക്കുമ്പോൾ വെറും 38.8% ആൾക്കാർ മാത്രമാണ് വിശ്വസിക്കുന്നത് അരവിന്ദ് കെജ്രിവാളിനെതിരെയുള്ള കേസ് അഴിമതി കേസാണ് എന്ന് വിശ്വസിക്കുന്നത്. അവരിൽ മിക്കവാറും ആൾക്കാർ വിശ്വസിക്കുന്നത് ഇത് രാഷ്ട്രീയ പകപോക്കലാണ് എന്നാണ്. അപ്പോൾ ഇതിലൊരു 10% വ്യത്യാസം വരുന്നുണ്ട്. ദേശീയ തലത്തിൽ ഇത് അഴിമതി കേസ് ആണ് എന്ന് വിശ്വസിക്കുന്നവരെക്കാൾ 10% ആൾക്കാർ കൂടുതൽ ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ ഭരണത്തിൽ ഇരിക്കുന്ന ദില്ലിയിലെ ആൾക്കാർ
കൂടുതൽ വിശ്വസിക്കുന്നു ഇത് അഴിമതിയാണ് എന്ന്. ഇപ്പോൾ കാര്യം വളരെ വ്യക്തമാണ്. മറ്റ് സ്ഥലങ്ങളിൽ ഇരിക്കുന്നവർ മാധ്യമ വാർത്തകളും രാഷ്ട്രീയ പ്രചരണങ്ങളും മാത്രമാണ് അടിസ്ഥാനമാക്കുന്നതെങ്കിൽ ദില്ലിയിലുള്ള ജനങ്ങൾ നേരിട്ടുള്ള അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ തന്നെ കൂടുതൽ ആൾക്കാർ വിശ്വസിക്കുന്നത് അരവിന്ദ് കെജ്രിവാൾ അഴിമതിയുമായി ബന്ധപ്പെട്ട കേസിൽ തന്നെയാണ് അകത്തു പോയിരിക്കുന്നതെന്നാണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദില്ലിയിൽ ആപ്പ് ആഗ്രഹിക്കുന്നത് പോലെ ഒരു വലിയ സഹതാപ തരംഗം ആപ്പിന് വേണ്ടി ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് എന്നുള്ളതാണ്. രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടി ഈ സർവേയിൽ ചോദിക്കുന്നുണ്ട്. അഴിമതി രഹിതനായ ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള കേജ്രിവാളിൻ്റെ ഇതുവരെയുള്ള ആ ഇമേജ്, അദ്ദേഹത്തെ സംബന്ധിച്ച ആ സങ്കല്പത്തിന് ഇടിവേറ്റിട്ടുണ്ടോ എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. ആ ചോദ്യത്തിനും വളരെ കൃത്യമായ ഉത്തരം ജനങ്ങൾ നൽകുന്നുണ്ട്. ഏതാണ്ട് 56.1% ആൾക്കാരും വിശ്വസിക്കുന്നത് അരവിന്ദ് കെജ്രിവാളിൻ്റെ പ്രതിച്ഛായയ്ക്ക് വലിയ തോതിൽ കോട്ടം തട്ടിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. അതിൽ തന്നെ പ്രതിപക്ഷ കക്ഷികളിൽപ്പെട്ട വോട്ടർമാർ പോലും 50% ആൾക്കാർ വിശ്വസിക്കുന്നത് അരവിന്ദ് കെജ്രിവാളിൻ്റെ പ്രതിച്ഛായയ്ക്ക് കോട്ടം തട്ടിയിട്ടുണ്ട് എന്നാണ്. BJP വോട്ടർമാരിൽ 60% വിശ്വസിക്കുന്നത്, 60.4% വിശ്വസിക്കുന്നത് അങ്ങനെ കോട്ടം തട്ടിയിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഒരു പൊതുവെ എടുത്തു നോക്കിയാൽ 56.1% ആൾക്കാരും വിശ്വസിക്കുന്നു. അതായത് മിക്കവാറും ഭൂരിപക്ഷം ആൾക്കാരും വിശ്വസിക്കുന്ന അരവിന്ദ് കെജ്രിവാൾ അഴിമതി രഹിതനായ ഒരു മുഖ്യമന്ത്രി എന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായ ഇപ്പോൾ വളരെ താഴോട്ട് പോയിരിക്കുന്നു എന്ന് തന്നെയാണ്. ഇതും അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചും ആപ്പിനെ സംബന്ധിച്ചും നല്ല വാർത്തയല്ല എന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. ഇനി മൂന്നാമത്തെ ഒരു ചോദ്യം കൂടിയുണ്ട്. അരവിന്ദ് കെജ്രിവാൾ റിസൈൻ ചെയ്യണോ എന്നാണ് ചോദിക്കുന്നത്. ആ ചോദ്യത്തിൽ 47.6% ആൾക്കാരും അരവിന്ദ് കെജ്രിവാൾ റിസൈൻ ചെയ്യണം എന്നാണ് ആവശ്യപ്പെടുന്നത്. സ്വാഭാവികമായിട്ടും BJPയുടെ വോട്ടർമാർ 71%, പ്രതിപക്ഷ കക്ഷികളുടെ വോട്ടർമാർ വെറും 16%. അരവിന്ദ് കെജ്രിവാൾ റിസൈൻ ചെയ്യണമെന്ന്, മുഖ്യമന്ത്രി പദം രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. പക്ഷേ അതർവൈസ് എല്ലാം കൂടി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 47.6% ആൾക്കാരും അരവിന്ദ് കെജ്രിവാൾ റിസൈൻ ചെയ്യണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ഇത് ഇന്ത്യ ടുഡേയുടെ സർവേയാണ്. ഇന്ത്യ ടുഡേ വളരെ സത്യസന്ധമായി എടുക്കുന്ന ഒരു സർവേ തന്നെയാണ്. കാരണം ഇതിൽ BJPക്കെതിരായ പരാമർശമുണ്ട്. അതായത് കേന്ദ്ര സർക്കാർ അന്വേഷണ ഏജൻസികളെ പ്രതിപക്ഷത്തിന് എഗൻസ്റ്റായിട്ട് ഉപയോഗിക്കുന്നു, പ്രതിപക്ഷത്തിനെതിരായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിനും ഏതാണ്ട് 46.5% ആൾക്കാരും അതെ, അന്വേഷണ ഏജൻസികളെ ഉപയോഗിക്കുന്നു എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സർവേയിൽ കള്ളത്തരമൊന്നും ഉണ്ട് എന്നോ അല്ലെങ്കിൽ അത് BJPയെ അനുകൂലിക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്ത സർവേ ആണെന്നോ ഒന്നും അർത്ഥമാക്കേണ്ടതില്ല. വളരെ കൃത്യമായി ഈ സർവേയിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യം അരവിന്ദ് കെജ്രിവാളിൻ്റെ പ്രതിച്ഛായയ്ക്ക് വലിയ തോതിൽ മങ്ങലേറ്റു എന്ന് മാത്രമല്ല, അരവിന്ദ് കെജ്രിവാളിൻ്റെ നേതൃത്വത്തിലുള്ള ഈ സർക്കാർ പെട്ടിരിക്കുന്ന കേസ് ഇത് അഴിമതി കേസാണ് എന്ന് ഭൂരിപക്ഷം ജനങ്ങളും വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ പേരിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സഹതാപ തരംഗമൊക്കെ ഉണ്ടാക്കാൻ ഉള്ള ശ്രമങ്ങൾ തുടക്കത്തിൽ തന്നെ പാളിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി ഈ കേസുമായി മുമ്പോട്ട് പോകുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന സാധ്യതകൾ എന്തൊക്കെയാണ് സാധ്യതകൾ എന്ന് നോക്കാം. 4 സാധ്യതകൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശ്രീ അരവിന്ദ് കെജ്രിവാളിനെ തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാക്കുകയാണ്. ഒരു പക്ഷേ അദ്ദേഹത്തെ ED കസ്റ്റഡിയിൽ നിന്ന് ഒരുപക്ഷെ അദ്ദേഹം ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് മാറാനും പിന്നീട് CBIയുടെ കേസ് വരുമ്പോൾ CBIയുടെ കസ്റ്റഡിയിലേക്കൊക്കെ പോകാനും സാധ്യതയുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മന്ത്രിമാർ ഇപ്പോൾ തന്നെ ഈ സർക്കാരിൻ്റെ 2 മന്ത്രിമാർ മനീഷ് സിസോദിയയും സഞ്ജയ് സിംഗും, ഈ 2 മന്ത്രിമാരും ഇപ്പോൾ തന്നെ കസ്റ്റഡിയിലാണ്. അപ്പോൾ ഒരുപക്ഷെ അരവിന്ദ് കെജ്രിവാളിനും ദീർഘകാലം കസ്റ്റഡിയിലും അകത്തുമായിട്ട് കഴിയേണ്ടി വന്നാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ചോദ്യം. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത്. ദില്ലിയുടെ ഭാവി മാത്രമല്ല, ആപ്പ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാവിയെയും കൂടി ബാധിക്കുന്ന ഒരു ചോദ്യമാണ്. ഇതിലെ ആദ്യത്തെ സാധ്യത എന്ന് പറയുന്നത് പ്രസിഡൻസ് റൂളാണ്. ഇപ്പോൾ തന്നെ ദില്ലിയിലെ ലഫ്റ്റനൻറ്റ് ഗവർണറായിട്ടുള്ള VK സക്സേന അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ജയിലിൽ കടന്നുകൊണ്ട് ദില്ലി സർക്കാരിന് ഭരിക്കാൻ പറ്റില്ല, മുഖ്യമന്ത്രിക്ക് അങ്ങനെ പറ്റില്ല. അത് അദ്ദേഹത്തിൻ്റെ അതൃപ്തി അക്കാര്യത്തിൽ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മുഖ്യമന്ത്രി ഇനി ദീർഘകാലം ജയിലിൽ കഴിയാൻ പോവുകയാണ് അല്ലെങ്കിൽ കസ്റ്റഡിയിൽ കഴിയാൻ പോവുകയാണ് എന്ന് വന്നാൽ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ പവേഴ്സ് ഉപയോഗിച്ച് ദില്ലി സർക്കാരിനെ മാറ്റിയിട്ട് പ്രസിഡന്റ് റൂളിന് വേണ്ടി ശുപാർശ ചെയ്യാൻ സാധിക്കും. ആ ശുപാർശ പ്രകാരം
ആർട്ടിക്കിൾ 239A(b) പ്രകാരം ദില്ലിയിൽ പ്രസിഡന്റ് ഭരണം വരാൻ സാധ്യതയുണ്ട്. പക്ഷേ അങ്ങനെ ഒരു ഭരണം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആം ആദ്മി പാർട്ടിയും ദില്ലി സർക്കാരും അത് സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യാനും സാധ്യതയുണ്ട്. ആ ചോദ്യം ചെയ്താൽ ഒരു പക്ഷേ 1994 തോന്നുന്നു, 94 SR ബൊമ്മൈ കേസ് പോലെ പ്രസിഡന്റ് റൂള് ഒരു പക്ഷേ ക്യാൻസൽ ചെയ്യാൻ പോലും സുപ്രീം കോടതി, അങ്ങനെയും ചരിത്രമുള്ളതുകൊണ്ട് അത് സാധ്യതയുണ്ട്. അങ്ങനെ അല്ലാതിരിക്കാനും ഇത് പ്രസിഡന്റ് റൂളിലേക്ക് കുറേ കാലത്തേക്ക് പോകാനും സാധ്യതയുണ്ട് ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം. ഇതാണ് ഒന്നാമത്തെ സാധ്യത എന്ന് പറയുന്നത്. രണ്ടാമത്തെ സാധ്യത ആം ആദ്മി പാർട്ടിക്കുള്ളിൽ പിളർപ്പുണ്ടാകുകയും അരവിന്ദ് കെജ്രിവാളിനെതിരായ പടയൊരുക്കം ആ പാർട്ടിയിൽ ഉണ്ടാകുക എന്നുള്ളതാണ്. ഇതിന് സാധ്യതയില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ തന്നെ പഞ്ചാബിലെ ആം ആദ്മി പാർട്ടിക്കുള്ളിൽ വലിയ തോതിൽ പടലപ്പിണക്കങ്ങളും പിളർപ്പിൻ്റെ സാധ്യതകളും ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. ആം ആദ്മി പാർട്ടിയുടെ പഞ്ചാബിൽ നിന്നുള്ള ഏക MP, അദ്ദേഹത്തോടൊപ്പം ഒരു MLAയും, ഇവർ രണ്ടുപേരും ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം BJPയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ആം ആദ്മി പാർട്ടിയുടെ സുശീൽ കുമാർ റിങ്കു എന്ന് പറയുന്ന നേതാവ്, അദ്ദേഹമാണ് MP, അദ്ദേഹമാണ് കഴിഞ്ഞ ദിവസം BJPയിൽ ജോയിൻ ചെയ്തത്. അദ്ദേഹത്തിന് ആം ആദ്മി പാർട്ടി ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ജലന്ധർ സീറ്റ് അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതാണ്. ആ മനുഷ്യനാണ് ഇപ്പോൾ BJPയിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തോടൊപ്പം ഒരു MLAയും BJPയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇവരുടെയൊക്കെ അണികളുടെ ഒരു വലിയ സംഘവും ഇവരോടൊപ്പം ആം ആദ്മി പാർട്ടി വിട്ട്, പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയുടെ ഭരണമാണ്, എന്നിട്ടും അവർ ആം ആദ്മി പാർട്ടി വിട്ടിട്ട് BJPയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇത് പഞ്ചാബിലെ ഘടകത്തിന് വലിയൊരു ഷോക്കായിരുന്നു എന്നാണ് പറയുന്നത്. ഇത് തന്നെ ദില്ലിയിൽ ആവർത്തിക്കാൻ സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇനിയും കുറേ കാലം ജയിലിൽ കിടന്നാൽ ഈ പാർട്ടി തന്നെ ഇല്ലാതാകാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരു പക്ഷേ അരവിന്ദ് കെജ്രിവാളിനെതിരെ ഒരു കൂട്ടം നേതാക്കന്മാർ വരാൻ സാധ്യതയുണ്ട്. ഡൽഹിയിലെ ആം ആദ്മി പാർട്ടിയുടെ നേതാക്കന്മാരുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു മാധ്യമപ്രവർത്തകൻ ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ അദ്ദേഹം 3 വാക്കുകളിലാണ് അതിന് ഉത്തരം തന്നത്. ഡീമോറലൈസ്ഡ്, ഷോക്ക്ഡ് ആൻഡ് കൺഫ്യൂസ്ഡ് എന്നാണ് പറഞ്ഞത്. ദില്ലിയിലെ ആം ആദ്മി പ്രവർത്തകരും അതേപോലെ മറ്റ് നേതാക്കന്മാരുമൊക്കെ ഡീമോറലൈസ്ഡ് ആണ്. അവർ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട ഒരവസ്ഥയിലാണ്. ഷോക്ക്ഡ് ആണ്. കാരണം അവരൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ ഒരു വലിയ കേസിൽ അരവിന്ദ് കെജ്രിവാൾ തന്നെ അകത്ത് പോകുമെന്ന്. കാരണം അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. അത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഇവരെ സംബന്ധിച്ചിടത്തോളം കൺഫ്യൂസ്ഡ് ആണ്. മുന്നോട്ട് എന്ത് ചെയ്യും എന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ അവസ്ഥയിൽ അവർക്ക് യാതൊരു രൂപരേഖയുമില്ല. അപ്പോൾ ഈ അവസ്ഥയിൽ ഒരു പാർട്ടി പിളരാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് രണ്ടാമത്തെ സാധ്യത. ഇനി മൂന്നാമത്തെ സാധ്യത അരവിന്ദ് കെജ്രിവാളിനെ റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. പാർട്ടി തന്നെ തീരുമാനമെടുത്തിട്ട് 70-ൽ 62 സീറ്റും ആം ആദ്മി പാർട്ടിക്കാണ്. വൻ ഭൂരിപക്ഷത്തിലാണ് അരവിന്ദ് കെജ്രിവാൾ ജയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അവർക്ക് പാർലമെൻ്ററി പാർട്ടി കൂടി മറ്റൊരു നേതാവിനെ, ഒരു പക്ഷേ കേജ്രിവാൾ തന്നെ നിർദ്ദേശിക്കുന്ന ഒരു നേതാവിനെ എടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അത് ഒരു പക്ഷേ സുനിത കേജ്രിവാൾ ആവാൻ സാധ്യതയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്, അവരാണിപ്പോൾ മാധ്യമങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. പക്ഷേ സുനിത കേജ്രിവാൾ അവരും IRS ഓഫീസറായിരുന്നു. അവരെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ പാർട്ടിയിലെ മറ്റ് ചില നേതാക്കന്മാർ, ആതിഷി എന്ന് പറയുന്ന ഒരു നേതാവുണ്ട്, സൗരവ് ഭരദ്വാജ് എന്ന് പറയുന്ന മറ്റൊരു നേതാവുണ്ട്, ഇവരൊക്കെ മുഖ്യമന്ത്രി പദത്തിനു വേണ്ടി ഒരുപക്ഷെ ശ്രമിച്ചേക്കാം. അങ്ങനെ വന്നാലും പാർട്ടിക്കുള്ളിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്തായാലും അരവിന്ദ് കെജ്രിവാളിനെ മാറ്റി മറ്റൊരാൾ മുഖ്യമന്ത്രിയാകുക എന്നുള്ളതാണ് മൂന്നാമത്തെ സാധ്യത. ഇനി നാലാമത്തെ സാധ്യത, ഇതൊന്നുമില്ല, കേജ്രിവാൾ തന്നെ ഭരണത്തിൽ തുടരുന്നു, ജയിലിൽ ഇരുന്നു കൊണ്ട് ഭരിക്കുന്നു എന്നുള്ളതാണ്. അതിന് നിയമപരമായിട്ട് തടസ്സമൊന്നുമില്ല. അതിനൊരു ധാർമ്മിക വശം മാത്രമേ ഉള്ളൂ. താൻ കസ്റ്റഡിയിൽ ഇരിക്കുമ്പോൾ അത് എത്രത്തോളം കാര്യക്ഷമമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ള ചോദ്യമുണ്ട്. അപ്പോൾ ധാർമ്മികതയുടെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ആയാലും ആം ആദ്മി പാർട്ടി ആയാലും ഇത്രയും കാലം ധാർമ്മികതയുടെ ഭാഷ മാത്രമാണ് പബ്ലിക്കിൻ്റെ മുമ്പിൽ സംസാരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അവർ ധാർമ്മികമായി അങ്ങനെ ചിന്തിക്കുമോ എന്നറിയില്ല. പക്ഷെ ധാർമ്മികമായി അങ്ങനെ ചിന്തിക്കുന്നില്ല. അതൊക്കെ മാറ്റിവെക്കുകയാണെങ്കിൽ അരവിന്ദ് കെജ്രിവാളിന് നിയമപരമായിട്ട് ജയിലിലിരുന്ന് ഭരിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. ഭൂരിപക്ഷമുണ്ട്,
കോടതി നോക്കുമ്പോൾ ഭൂരിപക്ഷമുണ്ട്, പാർട്ടിയുടെ സപ്പോർട്ടുണ്ട് എങ്കിൽ അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇങ്ങനെ 4 സിനേറിയോയാണ് ഇതിന് സാധ്യതയായിട്ടുള്ളത് മുന്നോട്ടുള്ള ആം ആദ്മി പാർട്ടിയുടെ പോക്കിൽ. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, മദ്യനയ കേസ് വളരെ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള കേസ് തന്നെയാണ് ആ കേസ്. അതുകൊണ്ട് തന്നെയാണ് മനീഷ് സിസോദിയയെ പോലെ അരവിന്ദ് കെജ്രിവാളിന് ശേഷം രണ്ടാമനായ വ്യക്തി കഴിഞ്ഞ 1 വർഷത്തിൽ കൂടുതലായിട്ട് ജയിലിൽ കഴിയുന്നത്. അത് കേസില്ലാതെ ഒരു കോടതിയും അങ്ങനെ സമ്മതിക്കില്ല ഇതുപോലെ ഒരു പ്രധാനപ്പെട്ട നേതാവ് ഇങ്ങനെ കസ്റ്റഡിയിലൊക്കെ കഴിയാൻ. തീർച്ചയായിട്ടും ഈ കേസ് ആം ആദ്മി പാർട്ടിയെയും അരവിന്ദ് കെജ്രിവാളിനെയും ദില്ലി സർക്കാരിനെയും സാരമായി ബാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായിട്ടും BJPക്കെതിരെ ആരോപണങ്ങൾ ശക്തമായി തന്നെ വരും. കാരണം ഇതൊരു തെരഞ്ഞെടുപ്പ് സമയത്ത് ഇങ്ങനെ ഒരു പ്രതിപക്ഷ കക്ഷിയുടെ നേതാവിനെയും അതും മുഖ്യമന്ത്രിയെയും ഇങ്ങനെ ഏജൻസികൾ ടാർഗറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആരോപണം വരും. പക്ഷേ കേസിൻ്റെ മെറിറ്റിലാണ് കാര്യം. കാരണം ഈ കേസ് ഒരു കള്ളക്കേസാണെന്നും രാഷ്ട്രീയ പ്രേരിതമാണ് എന്നും വന്നു പോയാൽ അതിൻ്റെ ഏറ്റവും വലിയ നഷ്ടം അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യാഘാതം നേരിടേണ്ടത് BJP തന്നെയാണ്. BJP പോലെ ഒരു പാർട്ടി അത്തരം ഒരു റിസ്ക് എടുക്കുമോ എന്ന് സംശയമാണ്. തീർച്ചയായിട്ടും ഇതിനുള്ളിൽ അഴിമതി വളരെ കാര്യമായി കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ട് എന്നാണ് ഭൂരിപക്ഷം ആൾക്കാരും വിശ്വസിക്കുന്നത് എന്നാണ് ഇപ്പോൾ വരുന്ന എല്ലാ റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. നമസ്കാരം.